പിന്നെ ഈ മിഠായി കൊണ്ട് നിങ്ങൾക്കും എനിക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി തീരുമാനിക്കാൻ പറ്റുമോ? എന്തൊരു ചോദ്യമല്ലേ. പവർ ഓഫ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 1960-കളിൽ സ്റ്റാൻഫോർഡിൽ നടന്നൊരു പരീക്ഷണത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. കുറച്ച് കുട്ടികളെ, അതായത് 4 വയസ്സ് പ്രായമുള്ള കുറച്ച് കുട്ടികളെ സയൻറ്റിസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ മിഠായി കൊടുക്കുകയാണ്. എന്നിട്ട് സയൻറ്റിസ്റ്റ് അവരോട് പറയും, നിങ്ങൾ 15 മിനിറ്റ് ഈ മിഠായി കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണം കൂടി നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറയുകയാണ്. എന്നിട്ട് സയൻറ്റിസ്റ്റ് വേഗം ആ റൂമിൽ നിന്ന് പോയിട്ട് അവരറിയാതെ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇത് സഹിക്കാൻ വയ്യാതെ അവരുടൻ തന്നെ അത് കഴിക്കും. ബാക്കി ഒരു 30% കുട്ടികൾ അത് കഴിക്കാതെ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുട്ടികളൊക്കെ ഹൈസ്കൂളിലേക്ക് എത്തി. വീണ്ടും സയൻറ്റിസ്റ്റ് ഈ കുട്ടികളെക്കുറിച്ച് തന്നെ പഠിക്കാൻ ആരംഭിച്ചു. ഇവരെ ഗാർഡിയൻസിനോടും പാരൻസിനോടൊക്കെ ഇവരെക്കുറിച്ച് അന്വേഷിച്ചു. അതിൽ കഴിക്കാതെ നിന്ന ആ 30% കുട്ടികളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവരുടെ സ്കോറുകൾ, അവരുടെ പ്രോഗ്രസ്സൊക്കെ വളരെ നല്ല രീതിയിലാണുള്ളത്. മാത്രമല്ല അവർ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, അവരുടെ ഹോംവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ, ക്ലാസ്സിൽ ഓൺ ടൈം എത്തുന്ന കാര്യങ്ങളൊക്കെ അവർ നല്ല അടിപൊളിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ മാത്രമല്ല കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അടിപിടി ഉണ്ടാകുമ്പോഴൊക്കെ അതിലൊക്കെ സംയമനം